ഈ ഒരു ഒറ്റ ടൂൾ നിങ്ങൾ ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സോ ദ ടൂൾ ഈസ് കോൾഡ് സ്റ്റോപ്പ് ലോസ്. സോ ബേസിക്കലി വാട്ട് ഈസ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളതല്ലേ, നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങണം, ആ സ്റ്റോക്കിന്റെ വില 100 രൂപയാണ്. നിങ്ങളുടെ വ്യൂ എന്താണ്, നിങ്ങൾ അനലൈസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു 9:15 നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങുന്നത്. ഒരു 3:30 ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ആവുന്ന സമയം 3:15 ആവുന്ന സമയത്ത് ആ സ്റ്റോക്കിന്റെ വില എന്തായാലും 105 രൂപ ആകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാം. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങളുടെ വ്യൂ ആണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ നിങ്ങൾക്കെതിരെ ആ ട്രേഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള കംപ്ലീറ്റ് ക്യാപിറ്റലും വാഷ് ഔട്ട് ആവും. അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, എന്റെ വ്യൂ എന്താണ്, 100 രൂപയ്ക്ക് മുകളിൽ ആ സ്റ്റോക്ക് പോകുമെന്നാണ്. 100 രൂപയ്ക്ക് താഴെ ആ സ്റ്റോക്ക് പോയാൽ എന്റെ വ്യൂ അവിടെ തെറ്റാണല്ലോ. സോ എനിക്ക് ഇത്ര രൂപയെ ലോസ് ആവാൻ പാടുള്ളൂ, അതിന് താഴെ എനിക്ക് ലോസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 95 രൂപ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും 105 രൂപ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റും ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. സോ ഇപ്പൊ മനസ്സിലായില്ല എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന്. നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയ ശേഷം നമ്മുടെ വ്യൂവിന് എതിരായിട്ടാണ് ആ ട്രേഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ലിമിറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ആണ് എന്ത്, സ്റ്റോപ്പ് ലോസ്. അടുത്ത കോൺസെപ്റ്റുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.